ഡീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് എളുപ്പത്തിൽ ആലൂ പൊറാട്ട എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നതാണ്. ഇതിനു വേണ്ടി തരിയില്ലാതെ നന്നായി പൊടിച്ച 3 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ മീഡിയം വലിപ്പമുള്ള 3 ഉരുളക്കിഴങ്ങ്, 1/2 കപ്പ് മല്ലിയില, 1 സവാളയുടെ പകുതി, 2 നുള്ള് അയമോദകം അതായത് ഓമം, പിന്നെ 3 അല്ലി വെളുത്തുള്ളി. ഉരുളക്കിഴങ്ങ് നടുകെ ഒന്ന് പൊടിച്ച് കുറച്ച് വെള്ളത്തിൽ ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കണം. ഉരുളക്കിഴങ്ങ് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഉള്ളികളൊന്ന് ചെറുതായി അരിഞ്ഞെടുക്കാം. വേവിച്ച ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് ചൂടോടുകൂടി ഉടച്ചെടുക്കുക. ഇനി മാവ് തയ്യാറാക്കിയെടുക്കാം. മാവ് കുഴച്ചെടുക്കാൻ പറ്റിയ ഒരു പാത്രത്തിലേക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് ചെറുതായി അരിഞ്ഞ സവാള, വെളുത്തുള്ളി, മല്ലിയില, ഉടച്ച ഉരുളക്കിഴങ്ങ്, അയമോദകം, പാകത്തിന് ഉപ്പ് ഇവയൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇത് മിക്സ് ആക്കുമ്പോൾ ഏകദേശം പുട്ടിന് പൊടി നനച്ച പോലെ കിട്ടും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. വെള്ളം കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം കൂടിപ്പോയാൽ മാവ് ലൂസായി ഒട്ടിപ്പിടിക്കും. കുഴച്ച് ഇതുപോലെ ഉരുളകളാക്കി എടുക്കാം. എന്നിട്ട് നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ തന്നെ പരത്തിയെടുക്കുക. ഈ ഒരു കനത്തിലാണ് പരത്തിയെടുക്കേണ്ടത്. തീരെ കനം കുറച്ച് പരത്തരുത്. ഇനി ഇത് ചുട്ടെടുക്കാം. ചട്ടി ചൂടാകുമ്പോൾ അതിലേക്കിട്ട് 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചൊന്നിട്ട് കൊടുത്ത് വേവിച്ചെടുക്കുക. ഈ ഒരു പാകമാകുമ്പോൾ മുകളിൽ കുറച്ച് നെയ്യ് പുരട്ടി ഒരു കാസറോളിലേക്ക് മാറ്റി അടച്ചു വെക്കാം. ഇതുപോലെ ഓരോന്നും ചുട്ടെടുത്ത് ഒന്നിനു മുകളിൽ ഒന്നായി വെച്ച് അടച്ചു വെക്കണം. ഇങ്ങനെ 5 മിനിറ്റോളം അടച്ചു വെച്ചാൽ ആലൂ പൊറാട്ട നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ചൂടോടെ തന്നെ നമുക്കിത് മയോണൈസും കൂട്ടിയിട്ട് കഴിക്കാം. ഇതിന് വേണ്ട മയോണൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.